ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ബന്ധത്തിന്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടെംപ്റ്റേഷൻ, സൺ ഓഫ് കപ്സ്, ടെൻ ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, Nine of Cups, Five of Pentacles, Magician, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Nine of Wands and the Sun card. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന സ്ട്രെങ്ത് ഉണ്ട്, ഹാങ്ഡ് മാൻ ഉണ്ട്, ഏസ് ഓഫ് വാണ്ട്സ്. സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ടെംപ്റ്റേഷനിലാണ്. അതായത് അവർക്ക് പല കാര്യങ്ങളുണ്ട്, പല ചോയ്സ് ഉണ്ട്. എന്ത് വേണം, എന്ത് ചൂസ് ചെയ്യണം, നിങ്ങളെ ചൂസ് ചെയ്യണോ, ഇല്ല തേർഡ് പാർട്ടി ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പുള്ളവർക്ക് ആ തേർഡ് പാർട്ടിയിലേക്ക് പോകണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ പറഞ്ഞ് അവരൊരു രണ്ട് മനസ്സിലാണ് നിൽക്കുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൂടെ ആയിരിക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ അതും ഇതും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് തെറ്റിക്കുന്നവരുണ്ടാവാം. ഇപ്പോൾ മാരീഡൊക്കെ ആയവർക്കാണെങ്കിൽ അങ്ങനെ തെറ്റിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ലവ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളിലും ഫ്രണ്ട്സിൻ്റെ ഇടപെടലൊക്കെ കാണും. അതും ഒരു തേർഡ് പാർട്ടിയാണ്. ഇല്ല അല്ലാത്ത ബന്ധത്തിലാണെങ്കിൽ പോലും അവരിപ്പോൾ ഒരു രണ്ട് മനസ്സിലാണ്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്കൊക്കെ മണി ആയിരിക്കാം. ചിലപ്പോൾ മണിയുടെ കാര്യത്തിൽ അവർ അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവാം. തിരിച്ചു വന്നാൽ നഷ്ടപ്പെടുമോ, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമോ എന്നൊക്കെ അവരൊരു സ്റ്റക്കായി അത് മാത്രമല്ല ഒരു ടെംപ്റ്റേഷനിലാണ്. അവർക്ക് ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് ടെൻ ഓഫ് വാണ്ട്സ് ആണ്. ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്. എൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ടെംപ്റ്റേഷൻ ഇപ്പോൾ അവർ നിന്നാലും അതിലൊരു എൻഡിങ് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ ഇവർ ടെംപ്റ്റേഷനിലും ചോയ്സ് എടുക്കാൻ പറ്റാതെ നിന്നാൽ പോലും അവരാഗ്രഹിക്കുന്നു വളരെ ഫാസ്റ്റായിട്ടൊരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സ്റ്റേബിളായിട്ടും റെസ്പോൺസിബിളായിട്ടൊക്കെ നിൽക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നയൻ ഓഫ് കപ്സ് ആണ്. നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വരണം, എന്നെ മെസ്സേജ് ചെയ്യണം, എന്നെ വിളിക്കണം, എന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ അവരിപ്പോഴത്തെ അവസ്ഥയിൽ പല ടെംപ്റ്റേഷനിലാണെങ്കിൽ നിങ്ങളിങ്ങനെ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എനർജി അവരിലേക്ക് പാസ്സാവുകയും അവർ നിങ്ങളെ വിട്ട് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോടൊന്ന് സെൽഫ് ലവ് ചെയ്യൂ, ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരുന്നത്. ഇവിടെ ഒരു എൻഡിങ് കാണുന്നത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും. എന്നാൽ അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ആ ചേസിങ് ഒന്ന് കുറയ്ക്കണം. അതൊന്ന് നിർത്തി ഇപ്പോഴുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. ഇത് നിങ്ങൾ ഫുൾ എനർജി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർക്ക് മിസ്സിങ് ഫീലിംഗ് വരില്ല. നിങ്ങളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങളൊന്ന് സെൽഫ് ലവിലേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ അവർക്കിവിടെ ടെംപ്റ്റേഷനും തേർഡ് പാർട്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും അവിടെ ഇന്നലെ ഈ കാർഡ് വന്നിരുന്നു, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ അവർക്കൊരു നഷ്ടമാണ്. അവരവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അവർക്കവിടെ ഒരു സുഖവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ചിലപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായിരിക്കും, മറ്റു പല എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ അത് ചൂസ് ചെയ്യാം, അത് വേണോ വേണ്ടയോ എന്ന് രണ്ട് മനസ്സിൽ നിൽക്കുന്നത്. എന്നാൽ അവർക്കിവിടെ ഒരു മണി നഷ്ടമാകുമോ, പിന്നെ കുറച്ച് പേർക്കൊക്കെ ആ തേർഡ് പാർട്ടി വിട്ട് വന്നാൽ മണി നഷ്ടമാകുമോ എന്നവർ പേടിക്കുന്നുമുണ്ട് കുറച്ച് പേര്. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഇത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന ഒരു നഷ്ടബോധം അവർക്കുണ്ട്. പിന്നെ ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നയൻ ഓഫ് വാണ്ട്സ് ആണ്. നയൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോഴേ കുറേ അവിടെ അവർ സ്ട്രഗിൾ ചെയ്ത് കുറേ പ്രശ്നങ്ങളിലൂടെയും, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അവർക്ക് കുറേ നഷ്ടവും ഒറ്റപ്പെടലും വന്നതുകൊണ്ട് തന്നെ അവർക്കിവിടെ ഒരു പേടിയുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
ഇവിടെ അവർ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം, അതിനുവേണ്ടി എന്തും നേരിടാൻ തയ്യാറാണ് എന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. സൺ എന്ന് പറയുമ്പോഴേ സക്സസ്, പ്രതീക്ഷ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സും വന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും. പക്ഷേ ഇപ്പോൾ ചില ടെംപ്റ്റേഷൻസ് അവർക്കുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവർ നിങ്ങളോട് പല കാര്യങ്ങളും 7 of Swords ആണ്. 7 of Swords എന്ന് പറയുമ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളും അവർ മറച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കാം ഒരു സെപ്പറേഷനൊക്കെ കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മളോട് പല കാര്യങ്ങളും മറച്ച് വെച്ച് നമ്മളോട് സ്നേഹമൊക്കെ നടിച്ച് പലപ്പോഴും നിന്നിട്ടുണ്ടാവും. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യമൊക്കെ നിങ്ങളടുത്ത് മറച്ച് വെച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് അത്രയും ഹൃദയവേദന തന്നെയാണ് നൽകുന്നത്. സോ ഇപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. സോ തേർഡ് പാർട്ടിയെ കണ്ട് അവർ പല കാര്യങ്ങളും പേടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഒരു ധൈര്യം സംഭരിച്ച് എല്ലാം ഫേസ് ചെയ്യണമെന്ന് അവർ തയ്യാറെടുക്കുകയാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും അവർ. പിന്നെ ഇപ്പോൾ ഇവിടെ ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. പറഞ്ഞില്ലേ, ഇവിടെയും ടെംപ്റ്റേഷൻ വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ സ്റ്റക്കാണ്. വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ വന്നാൽ ശരിയാവോ, അങ്ങനെയൊക്കെ അവർ ചിന്തിച്ച് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് വരും, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും, ഒരു മാറ്റം വരും. ക്യൂൻ ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴേ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം തുറന്നെല്ലാം സംസാരിച്ച് ചിലപ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരോട് നിങ്ങളോട് ഒരു മാപ്പ് പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും. കാരണം ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴേ അവർ നിങ്ങളോട് സ്റ്റേബിളായിട്ട് നിൽക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എൻഡിങ്ങും കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരും. പക്ഷേ കുറച്ച് ഹാങ്ഡ് മാൻ വന്നതുകൊണ്ട് കുറച്ച് സ്റ്റക്കാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.